Assalamu alaikum wa rahmatullahi wa barakatuh. Dear students, in the last class we discussed the dowry in Islam, or the perspective of Islam about dowry and dower. Today we are going to discuss about divorce and the pertaining rules in Islam. അതായത് വിവാഹമോചനവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യം, നിന്ദ്യമായ ഒരു കാര്യമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ് എന്നാണ്. ഹലാലാണെങ്കിലും അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ അത് ഇസ്ലാമിൽ അനുവദിച്ചത് അതിൽ വളരെ കൃത്യമായ മാനസികവും സാമൂഹികവുമായ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. രണ്ടു വ്യക്തികൾ വിവാഹിതരായി മുന്നോട്ട് പോകുമ്പോൾ, ജീവിതം ഒരു നിലക്കും മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ, പിരിയാൻ സാധിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ അത് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തെ നശിപ്പിക്കുകയും അവരുടെ സന്താനങ്ങളെ അത് ബാധിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുമ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അസുഖം ബാധിച്ചാൽ ആ ഭാഗം മുറിച്ചു കളയുന്നത് പോലെ ചിലപ്പോൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണ്ടി വരുന്ന ഒന്നാണ് വിവാഹമോചനം എന്നുള്ളത്. അതല്ലാതെ ഒരാൾ മറ്റൊരാളെ സഹിച്ചുകൊണ്ട് അയാൾ ജീവിതം തള്ളി നീക്കുന്ന ഒരു രീതി, അത്തരം ഒരു സൈക്കോളജിക്കൽ അല്ലാത്ത ഒരു സമീപനം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരവും എല്ലാ സമസ്യകൾക്കും സൊല്യൂഷനുള്ള ഒരു മതത്തിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ തത്വാധിഷ്ഠിതവും മനുഷ്യൻ്റെ മാനസികാവസ്ഥയ്ക്ക് യോജിച്ചതും മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളെയും സമഗ്രമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്നതായതുകൊണ്ടാണ് ഇസ്ലാം ഡിവോഴ്സ് അനുവദിച്ചത്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ അത് ചെയ്യാവുന്നതാണ്, എങ്കിൽ പോലും പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ പരസ്പരം പറഞ്ഞും ഉപദേശിച്ചും പരിഹരിക്കാനാണ് ഇസ്ലാം എപ്പോഴും നിർദ്ദേശിക്കാറുള്ളത്. അതിന് സാധിക്കാതെ വരുമ്പോൾ പിന്നീട് കിടപ്പറയിൽ അവർ വെടിഞ്ഞിരിക്കണം, പരസ്പരം അകന്നിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അതിനും സാധിക്കാതെ വരുമ്പോഴാണ്, അതിലും പരിഹരിക്കപ്പെടാതെ വരുമ്പോഴാണ് അടുത്ത നടപടി എന്നോളം പിണങ്ങി നിൽക്കുന്ന അവളെ മുറിവാവാത്ത രൂപത്തിൽ അടിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ആ ഘട്ടവും കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും മുന്നോട്ട് പോകുന്നില്ല. ജീവിതം ഇരുളടഞ്ഞ ഒരു ജീവിതമായി മാറി. രണ്ടുപേർക്കും ഭാര്യാഭർത്തൃ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ വൈവാഹിക ജീവിതം കൊണ്ട് കിട്ടേണ്ട സന്തോഷം ലഭിക്കാതെ വരുമ്പോൾ പിന്നീട് അവിടെ ഇതല്ലാതെ മറ്റൊരു നിർവാഹമില്ല. അവിടെയാണ് ഇസ്ലാം ഇത് അനുവദിച്ചിരിക്കുന്നത്. ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഇസ്ലാമിലുണ്ട്. ഒരു ഭാര്യയെ ത്വലാഖ് ചെല്ലേണ്ടി വന്നാൽ എപ്പോഴാണ് ത്വലാഖ് ചെല്ലാൻ പറ്റിയ സമയം, ഏത് സമയത്തും ഗർഭിണിയായവളെയോ അതല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ത്വലാഖ് എന്നുള്ളത്. കൃത്യമായ നിയമങ്ങൾ അതിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗവുമായിട്ട് ഈ ബുക്കിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാം. മാരേജ് വിത്ത് ഓൾ ഇറ്റ്സ് സേക്രഡ്നെസ് ഈസ് എ സിവിൽ കോൺട്രാക്ട് ഇൻ ഇസ്ലാം ആൻഡ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു എനി റീസണബിൾ ആൻഡ് ലോഫുൾ സ്റ്റിപ്പുലേഷൻ. വിവാഹത്തിന് അതിൻ്റേതായ പരിശുദ്ധി ഉണ്ടെങ്കിലും അതൊരു നിയമപരമായ ഒരു ഇടപാട് കൂടിയാണ് ഇസ്ലാമിൽ.
അതുകൊണ്ട് തന്നെ അത് നിയമവിധേയമാണ്, അതിൽ നിയമങ്ങളുണ്ട്. The Western world has realized the hardship of unnatural and irrational dogma under which it is believed that human agency can't separate what has been joined together by Allah. അതായത് ഒരിക്കൽ ചേർത്ത് വെച്ചതിനെ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ന രൂപത്തിലുള്ളൊരു തത്വമുണ്ട്. അത് യുക്തിക്ക് നിരക്കാത്ത തത്വമാണ്. അത് പിരിയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ പിരിയണം. അതല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒന്നുകിൽ അതാണല്ലോ ഖുർആനിൽ പല സ്ഥലത്തുമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഒന്നുകിൽ നല്ല രീതിയിൽ ആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഔ സദ്ദിഹുന്ന ബി ഇഹ്സാൻ, നല്ല രീതിയിൽ അവരുമായി ഇടപഴകുക, അതല്ലെങ്കിൽ നല്ല രീതിയിൽ പിരിയുക. ഇങ്ങനെ രണ്ട് ഓപ്ഷനേ ഇസ്ലാമിലുള്ളൂ. അതിനിടയിലുള്ള ഒരു ഓപ്ഷൻ ഇസ്ലാമിലില്ല. ചില അങ്ങോട്ടും ഇങ്ങോട്ടുകളും ചില അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, ചില ധാരണകളും, ചില നീക്കുപോക്കുകളും വിട്ടുവീഴ്ചകളും അതേത് ആളുടെ ജീവിതത്തിലും ആവശ്യമായതുപോലെ വൈവാഹിക ജീവിതത്തിൽ സുഹൃത്തുക്കൾക്കിടയിൽ അത് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാളും കൂടിയ അളവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബോണ്ടേജ് എന്ന നിലയിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിബന്ധം എന്ന നിലയിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു കണ്ണിചേർക്കൽ എന്ന നിലയിൽ ഈ ബന്ധത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത്. Divorce according to Islam being a preventive measure against violation of peace. ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് വിവാഹമോചനം എന്നുള്ളത് സമാധാനം ഇല്ലാതിരിക്കുക, അസമാധാനം, ഇതിനെ തടുക്കാനുള്ള ഒരു മാർഗമാണ് ശരിക്ക് ഡിവോഴ്സ് എന്നുള്ളത്. ഡിവോഴ്സ് ഫോർ സെക്യൂറിങ് ആൻഡ് അമിക്കബിൾ സെറ്റിൽമെൻറ്റ്, ഒരു സ്നേഹത്തോടെയുള്ള ഒരു പരിഹാരം നേടുക എന്ന രീതിയിലാണ്, അതിൻ്റെ ഒരു ഡിവൈസായിട്ടാണ് ഡിവോഴ്സിനെ കാണുന്നത്. ആൻഡ് ആഫ്റ്റർ ഓൾ a salutary safeguard to protect the weaker sex from continuous ill treatment. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളെ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളാണ്. അപ്പം ദുർബലരായ ആളുകളെ അവർ ഒറ്റപ്പെട്ടു പോവുക, ജീവിതത്തിൽ അവർക്ക് സംരക്ഷണം കിട്ടാതെ വരിക. അപ്പോൾ അതിന് ഇവർ എപ്പോഴും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട്, ഈ ഇണകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ കീഴിൽ ജീവിക്കണം എന്ന ഒരു നിയമം ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള ഒരു പ്രശംസനീയമായ ഒരു സേഫ് ഗാർഡ്, ഒരു സംരക്ഷണമാണ്, ഒരു പ്രയോജനകരമായ സേഫ് ഗാർഡാണ്, സംരക്ഷണമാണ്. ഈ ഒരു ഇൽ ട്രീറ്റ്മെൻറ്റ് അവർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല, ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണിത്, അതിനുള്ളൊരു പരിഹാരമാണിത്. ഡ്യൂ ടു ഡിസഗ്രീമെൻറ്റ് ഓർ എനി അതർ റീസൺ, ഒന്നുകിൽ അവർക്ക് തമ്മിൽ പൊരുത്തമില്ലാതിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഒത്തുപോകാത്ത ചുറ്റുപാടുണ്ടാവുക. അതല്ലെങ്കിലോ ഓർ എനി അതർ റീസൺ, മറ്റു കാരണങ്ങളാവാം. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ശാരീരികവും സാമ്പത്തികവുമായ അവകാശങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് കിട്ടാതിരിക്കുമ്പോഴാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഡിസഗ്രിമെൻ്റ് ആവാം. അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളാവാം. has justly been provided as a dissolution of an unhappy marriage which may turn out to be a burden rather than an asset. ഒരു വിവാഹം എപ്പോഴും ഒരു അസറ്റാണ്. അപ്പോൾ ഈ അസറ്റ് ആവുന്നതിന് പകരം അതിനേക്കാളും ഒരു ഭാരമായിട്ട് ഇത് മാറുമ്പോൾ അവിടെ ഇത് ഡിസൊല്യൂഷൻ, ഈ അൺഹാപ്പി ലൈഫിൽ നിന്ന്, സന്തോഷമില്ലാത്ത ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞ് അത് രണ്ടായി മാറേണ്ട ഒരു സിറ്റുവേഷൻ വരും. അവിടെയാണ് ഇസ്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. And contrary to all expectations of happiness and help may happen to be a horror and hindrance. അങ്ങനെ സന്തോഷം നൽകേണ്ട വിവാഹ ജീവിതം, സന്തോഷത്തിൻ്റെയും സഹായത്തിൻ്റെയും എല്ലാ പ്രതീക്ഷകളും നിറഞ്ഞ വിവാഹ ജീവിതം, അതിന് വിരുദ്ധമായിട്ട് ആ വിവാഹം ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതൊരു വലിയ തടസ്സമായിട്ട് ഇണകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് വിവാഹമോചനമാണ് നല്ലത് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. According to Hindu law of marriage, once performed can't be dissolved under any circumstances എന്നാണ്. ഹിന്ദു വിവാഹ നിയമപ്രകാരം ഒരിക്കൽ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സാഹചര്യത്തിലും അത് പിരിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണുള്ളത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഓരോ മതങ്ങളിലും ഉള്ള നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. അതിനെയാണ് ഇസ്ലാം പൊളിച്ചെഴുതിയത്. അത് കരുതി എപ്പോഴും വിവാഹം കഴിക്കുമ്പോൾ നല്ല രീതിയിൽ അന്വേഷിക്കുകയും ഒരിക്കലും പിരിയാത്ത രൂപത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. തുടക്കം മുതലേ അന്വേഷണ സമയത്ത് വരെ നോക്കേണ്ട സംഭവമാണ്. അത് ചെയ്യാതെ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്ത് വിവാഹമോചനം നടത്താം എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനത്തെ ഒരു സാഹചര്യം നിർബന്ധ ഘട്ടങ്ങൾ വരുമ്പോഴാണ് ഇസ്ലാം അതിനെ അത്തരം ഘട്ടങ്ങളിൽ അത് ചെയ്യാനാണ് ഇസ്ലാം ഇതിനെ നിയമമാക്കിയിട്ടുള്ളത്. The right of divorce according to the Jewish law belongs to the husband who can exercise it at his own will എന്നാണ്. ജൂതമതത്തിലാണെങ്കിൽ ഭർത്താവിൻ്റെ തന്നിഷ്ടത്തിനനുസരിച്ച് അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് ഈ ഡിവോഴ്സ് മാറിയിട്ടുണ്ട്. The Christian law recognizes the right of divorce only when there is faithlessness on the part of either of the parties. But the divorced parties are precluded from marrying again. ക്രിസ്ത്യാനിറ്റിയിൽ അവർക്ക് തമ്മിൽ പരസ്പര വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകുന്ന രൂപത്തിലാണെങ്കിൽ വിവാഹമോചനം നടത്താൻ അവർക്ക് നിയമമുണ്ടെങ്കിലും വിവാഹമോചനം നടത്തി രണ്ടാമത് അവരുടെ ബന്ധത്തിലേക്ക് തിരിച്ച് വരുന്ന വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ തിരിച്ച് മടക്കിയെടുക്കാനുള്ള ഒരു സൗകര്യം ഇസ്ലാമിലുണ്ട്. അത് ക്രിസ്ത്യാനിറ്റിയിലില്ല. ഇസ്ലാം ഹാസ് എഫക്റ്റഡ് സെവറൽ റിഫോംസ് ഇൻ ദ ലോ ഓഫ് ഡിവോഴ്സ്. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്തത്, ഈ ലോ ഓഫ് ഡിവോഴ്സിൽ ഒരുപാട് പുതിയ നിയമ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ഇറ്റ് ഹാസ് റെസ്ട്രിക്റ്റഡ് ദ ഹസ്ബൻഡ്സ് റൈറ്റ് ടു ഡിവോഴ്സ് ആൻഡ് ഹാസ് ഗിവൺ റെക്കഗ്നീഷൻ ടു ദ വൈഫ്സ് റൈറ്റ് ടു ഇറ്റ്. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശത്തെ ഇസ്ലാം നിയന്ത്രിക്കുകയും മുൻ സമുദായങ്ങളിലുണ്ടായിരുന്ന ആ ഒരു പ്രവണതയെ അതിനെ നിയന്ത്രിക്കുകയും ആൻഡ് ഹാസ് ഗിവൺ റെക്കഗ്നീഷൻ ടു ദ വൈഫ്സ് റൈറ്റ് ടു ഇറ്റ്. വിവാഹമോചനം നടത്താൻ സ്ത്രീക്കും അവകാശം നൽകി. തൊലാഖ് എന്ന പേരിൽ സ്ത്രീയെ വിവാഹമോചനം നടത്താൻ പുരുഷന് അവകാശമുള്ളപ്പോൾ ഖുൽഉ എന്ന പേരിൽ സ്ത്രീക്ക് തിരിച്ച് അങ്ങോട്ട് വിവാഹമോചനം നടത്താനും അങ്ങനത്തെ നിർബന്ധിത ഘട്ടങ്ങളിൽ ഇസ്ലാം അനുവദിച്ചു. ഇഫ് ദ റൈറ്റ് ഈസ് എക്സസൈസ്ഡ് ബൈ ദ ഹസ്ബൻഡ് ഇറ്റ് ഈസ് കോൾഡ് തലാഖ്, which carries the literal significance of freeing or undoing of a knot. And in case it is claimed by the wife, it is called khula, which means the putting off or taking off a thing എന്നാണ്. പുരുഷന് നൽകിയത് തൊലാഖ് എന്നാണ് പേര്. അതിൻ്റെ അർത്ഥം ഒരു കെട്ട് അഴിക്കുക എന്നുള്ളതാണ്. സ്ത്രീക്ക് നൽകിയതിൻ്റെ പേര് പിരിയാനുള്ള സ്ത്രീക്ക് നൽകിയ അവകാശത്തിൻ്റെ സാങ്കേതികമായി പറയുന്ന പേര് ഖുല എന്നാണ്. അതിൻ്റെ അർത്ഥവും ദ പുട്ടിങ് ഓഫ് ഓർ ടേക്കിംഗ് ഓഫ് എ തിങ്, ഒരു വസ്ത്രമൊക്കെ അഴിച്ചിടുന്നതിനാണ് ഖല എന്ന് പറയുക. ഒരു സാധനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അഴിച്ചിടുക എന്നുള്ള അർത്ഥത്തിലാണ് ഖുൽ എന്ന് ഉപയോഗിക്കുന്നത്. ഏതായാലും ഇത് രണ്ടു പേർക്കും ഇത് അവകാശം നൽകുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ദ വൈഫ് ഇൻ സെക്യൂറിങ് ഡിവോഴ്സ് ഫ്രം ഹർ ഹസ്ബൻഡ് ബൈ റിട്ടേണിങ് എ പാർട്ട് ഓർ ഫുൾ എമൗണ്ട് ഓഫ് ദ മഹർ. മഹറിൻ്റെ മുഴുവൻ മഹർ, അതിന് ഷർത്തുകളുണ്ട്. ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ മുഴുവൻ മഹർ അല്ലെങ്കിൽ മഹറിൻ്റെ ഒരു ഭാഗം ആ രീതിയിൽ ഹസ്ബൻഡിന് തിരിച്ചു കൊടുത്തുകൊണ്ട് അങ്ങോട്ട് വിവാഹമോചനം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നേടുന്ന രൂപമാണ് ഖുൽ എന്ന് പറയുന്നത്. വിവാഹമോചനം ആവശ്യപ്പെട്ടിട്ട് അയാൾ വിവാഹമോചനം നടത്തിയിട്ടില്ലെങ്കിൽ സ്ത്രീക്ക് അങ്ങോട്ട് വിവാഹമോചനം നടത്താനുള്ള രീതിയാണ് ഖുൽ എന്ന് പറയുന്നത്. അപ്പോൾ മഹർ തിരിച്ചു കൊടുക്കുന്ന രൂപമാണ് പറഞ്ഞത്. Islam recognizes the necessity of divorce in cases when marital relations are poisoned to a degree which makes a peaceful home life impossible. ഒരു സമാധാനപരമായ ഗാർഹിക ജീവിതം അസംഭവ്യമാണെങ്കിൽ ആ രീതിയിൽ അത്രക്ക് ഈ വിഷലിപ്തമാണ് ജീവിതം വിവാഹ ബന്ധമെങ്കിൽ, അത്രയും ഡേഞ്ചറസ് ആയ രൂപത്തിലുള്ള ജീവിതമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഇസ്ലാം ഈ ഡിവോഴ്സിൻ്റെ ആവശ്യകതയെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ബട്ട് ഇസ്ലാം ഡസ് നോട്ട് ബിലീവ് ഇൻ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിവോഴ്സ് ഓൺ ഫ്രിവിലസ് ആൻഡ് ഫ്ലൈമറി ഗ്രൗണ്ട്സ്. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വിവാഹമോചനം നടത്തുക എന്നുള്ളതിൽ ഇസ്ലാം വിശ്വസിക്കുന്നില്ല. ബിക്കോസ് എനി അൺഡ്യൂ ഇൻക്രീസ് ഇൻ ദ ഫെസിലിറ്റീസ് ഫോർ ഡിവോഴ്സ് വുഡ് ഡെസ്ട്രോയ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഫാമിലി ലൈഫ്. ഇങ്ങനെ ഒരു ക്രമാതീതമായ വർധനവ് ഇങ്ങനെ ഈ ഡിവോഴ്സിൽ ഉണ്ടാവുകയും അങ്ങനെ ഡിവോഴ്സ് ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റിയ രൂപത്തിലായി വന്നാൽ അതൊരു ഈവിൾ പ്രാക്ടീസായി മാറുകയും അത് ഫാമിലി ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിയെ നശിപ്പിക്കുകയും ചെയ്യും. Therefore, while allowing divorce even on genuine grounds, Islam has taken great care to introduce checks designed to limit the use of available facilities. അപ്പോൾ ഡിവോഴ്സ് അനുവദിക്കുമ്പോഴും ജെനുവിൻ ഗ്രൗണ്ട്സിൽ കൃത്യമായ കാരണങ്ങൾക്ക് തന്നെ ഡിവോഴ്സ് നടത്തുമ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ചെക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ
നിയന്ത്രിക്കാനുള്ള ഒരുപാട് നിയമങ്ങൾ, പ്രത്യേക ശ്രദ്ധ ഇസ്ലാം നൽകുന്നുണ്ട്. The French legislature Planiol and Ripert have explicitly emphasized Islam's point of view in regard to divorce in these words. രണ്ട് ഫ്രഞ്ച് നിയമജ്ഞർ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് താഴെ പറയുന്നത്, ഇസ്ലാമിൻ്റെ ഡിവോഴ്സിനെ കുറിച്ച്. ഡിവോഴ്സ് ഇസ് എ മിസ്ചീഫ്. ഡിവോഴ്സ് ഒരു തിന്മയാണ്. However, it's a measure that can't be avoided for the welfare of community. പക്ഷേ സാമൂഹിക നന്മയ്ക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ് ചിലപ്പോഴൊക്കെ. Because it's the only remedy for another harm which may be more dangerous. കൂടുതൽ അപകടകരമായ മറ്റൊരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു ദുരന്തത്തിന് പരിഹാരം കൂടിയാണ് ചിലപ്പോഴൊക്കെ ഡിവോഴ്സ്. അതുകൊണ്ട് തന്നെ പാടെ അവഗണിക്കുക, പാടെ നിരോധിക്കുക സാധ്യമല്ല. The prohibition of divorce, whatever harm it may imply, is like a prohibition of a surgery എന്നാണ് അവർ പറയുന്നത്. എന്ത് അർത്ഥം നിങ്ങൾ കൊടുത്താലും സമ്പൂർണമായിട്ട് ഈ ഡിവോഴ്സിനെ നിരോധിക്കുക എന്നുള്ളത് അതൊരു സർജറിയെ നിരോധിക്കുന്നത് പോലെയാണ്. ബിക്കോസ് ദ സർജൻ ഈസ് കമ്പൽഡ് ടു ആംപ്യൂട്ടേറ്റ് സം ഓഫ് ദ ലിംസ് ഓഫ് ദ പേഷ്യൻസ് ബോഡി. ഒരു രോഗിയുടെ അവയവം ഏതെങ്കിലും ഒന്ന് മുറിച്ചു മാറ്റാൻ ചിലപ്പോഴൊക്കെ സർജൻ നിർബന്ധിതനായെന്ന് വരാം. However, there is no longer whatsoever in legislating for divorce in accordance with the practice established by Islam. Sin is not divorce that spoils married life and dissolves its sacred tie, but the misunderstanding that arises between the married couple and hinders the strengthening of this യൂണിയൻ ബൈ മാരേജ് എന്നാണ്. ഡിവോഴ്സ് അല്ല, ഡിവോഴ്സിൻ്റെ സമയത്ത് ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. പക്ഷേ ഡിവോഴ്സ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോഴാണ് പല സമയത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങളും ചിലപ്പോൾ കൊലപാതകങ്ങൾ വരെ നടക്കാറുള്ളത്. ഡിവോഴ്സ് alone puts an end to the hatred that may occur between the husband and wife before it's aggravated and becomes an intolerable mischief to society. സമൂഹത്തിന് സഹിക്കാനാവാത്ത ഒരു തിന്മയായി ഇത് മാറുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ വിവാഹത്തിന് ഒരു അവസാനം വെക്കുന്നതായിരിക്കും ചില സാഹചര്യങ്ങളിലൊക്കെ നന്നാവുക. ആ സമയത്ത് ഡിവോഴ്സ് ആണ് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം എന്നാണ്. അതല്ലാതെ സമൂഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകലല്ല. Divorce becomes a necessity when the husband and wife are not putting on well. Divorce becomes a necessity when the husband and the wife are not pulling on well. രണ്ടുപേരും നന്നായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഡിവോഴ്സ് അത്യാവശ്യമായി വരുന്നു. It's a sheer foolishness to keep the tied up in a matrimonial bond when it's unpleasant to both. രണ്ടുപേർക്കും സന്തുഷ്ടകരമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമാണെങ്കിൽ, ആ വിവാഹബന്ധം, ആ മാട്രിമോണിയൽ ബോണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക, തുടരുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തമാണ്, തീർത്തും വിഡ്ഢിത്തമാണ്. ഇറ്റ് റാദർ എൻഹാൻസസ്, മാത്രമല്ല അത് ചിലപ്പോൾ വർദ്ധിപ്പിക്കും ദ സഫറിങ്സ് ഓഫ് ദ കപ്പിൾ, ഇണകളുടെ കഷ്ടപ്പാട് വർദ്ധിപ്പിക്കും. ആൻഡ് ദെയർ ചിൽഡ്രൻ, അവരുടെ മക്കളുടെയും, റാദർ ദാൻ ഇൻക്രീസ് ദെയർ ഹാപ്പിനെസ്, അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് പകരം. Therefore, it's a natural law that the dissatisfied couple should be separated. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായൊരു നിയമമാണ് സന്തുഷ്ടകരമല്ലാത്ത ദാമ്പത്യം എപ്പോഴും പിരിയണമെന്നത്. From the marriage tie for the welfare of the household, children and society. വൈവാഹിക ബന്ധത്തിൻ്റെയും അതുപോലെ തന്നെ മക്കളുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പിരിയുക എന്നുള്ളത്. In instituting this doctrine of divorce, Islam did more good to women as men may take several wives in case of disagreement with the first wife, but a woman cannot if a husband is, അങ്ങനെ പറയുന്നു. അപ്പം ഒരുപാട് ഭാര്യമാരുള്ള ഒരു പുരുഷനൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന തത്വം ഉണ്ടാക്കിയപ്പോൾ സ്ത്രീയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇസ്ലാം കൂടുതലും തൊലാഖിൻ്റെ നിയമങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒന്നിലധികം ഭാര്യമാർ എപ്പോഴും പുരുഷന് അനുവദനീയമായതുകൊണ്ട് ഇസ്ലാമിൽ, അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അത് അനുവദനീയമായൊരു കാര്യമായതുകൊണ്ട് തൊലാഖിൻ്റെ വിഷയത്തിൽ സ്ത്രീകൾക്കാണ് ഇസ്ലാം ആ നിയമങ്ങൾ, അവരുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് അതിന് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. If a husband is impotent
or if a wife or husband generally resorts to adultery, is a nuisance to keep them tied up in marriage bond എന്നാണ്. പിരിയൽ നിർബന്ധമായ ചില കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വിവാഹമോചനം നടത്തുന്ന നിർബന്ധമായ കാരണം ഹസ്ബൻഡ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഹസ്ബൻഡ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, അയാൾക്ക് പ്രത്യുൽപാദന ശേഷി ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് സാധാരണഗതിയിൽ ഈ അഡൾട്ടറി വ്യഭിചാരം അതിൽ പിന്നെ അഭയം തേടുന്ന ആളാണ് വിവാഹത്തിന് ശേഷവും. അപ്പോൾ ഇതൊരു ഇറ്റ് ഈസ് എ ന്യൂസൻസ് ടു കീപ് ദം ടൈഡ് അപ്പ് ഇൻ മാരേജ് ബോണ്ട്. അവരെ ഈ വിവാഹബന്ധത്തിൽ തളച്ചിടുക എന്നുള്ളത്, വീണ്ടും അതിൽ തളച്ചിടുക എന്നുള്ളത് അതിലൊരു അർത്ഥവുമില്ലാത്ത കാര്യമാണ്, അതൊരു അസംബന്ധമാണ് എന്നാണ്, അതല്ലെങ്കിൽ അതൊരു ന്യൂസൻസ്, ശല്യമാണ്, ഡിസ്റ്റർബൻസ് ആണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി വെൻ ഓൾ എഫേർട്സ് ടു ബ്രിങ് അബൌട്ട് എ കോംപ്രമൈസ് പ്രൂവ് അൺഅവെയിലിംഗ്. ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത സാഹചര്യം വരുമ്പോൾ പ്രത്യേകിച്ചും ഈ ഡിവോഴ്സ് അത്യാവശ്യമായി വരും. ഇഫ് ദ ഹസ്ബൻഡ് ഓഫ് ഓർ ദ വൈഫ് ബിക്കംസ് പെർമനൻ്റ്ലി ഡിസീസ്ഡ് ഓർ അൺഫിറ്റ് ഫോർ സെക്ഷൽ ഇൻ്റർകോഴ്സ്, ജസ്റ്റിസ് ഡിമാൻഡ്സ് എ ഡിവോഴ്സ് എന്നാണ്. ഹസ്ബൻഡ് ഒരു വൈഫോ പെർമനൻ്റ് ആയിട്ട് ഡിസീസ്ഡ് ആകുന്നു അല്ലെങ്കിൽ അൺഫിറ്റ് ആകുന്നു സെക്ഷൽ ഇൻ്റർകോഴ്സിന്, അപ്പോഴും ഈ ഡിവോഴ്സിന് ജസ്റ്റിസ് ഉണ്ട് എന്നാണ്. അസ്സലാമു അലൈക്കും.